ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവൂസ് ട്രാവലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നെല്ലിക്ക കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പം നെല്ലിക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ഫലമാണ് നെല്ലിക്ക. അതായത് ബാലൻസ്ഡ് ഫുഡാണ്. അതായത് നമുക്ക് വേണ്ടതൊക്കെ ഈ ഒരു ചെറിയ ഫലത്തിൽ നിന്ന് കിട്ടുന്നു. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ ജ്യൂസിൻ്റെ രൂപത്തിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നെല്ലിക്ക വളരെ നല്ലതാണ്. വിറ്റാമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ നെല്ലിക്ക. ആയുർവേദത്തിൽ ഇതിനെ ധാത്രി ഫല എന്നാണ് അറിയപ്പെടുന്നത്. ഹൈ ഫൈബർ കണ്ടൻറ്റും ലോ കാലറിയും അടങ്ങിയൊരു ഫ്രൂട്ടാണ് നെല്ലിക്ക. വെയിറ്റ് ലോസിന് ജ്യൂസായിട്ട് ഇത് യൂസ് ചെയ്യുന്നു. ബ്രെയിൻ സെൽസിൻ്റെ ഡാമേജ് പരിഹരിക്കുന്നതിനും ഹൃദയ ആരോഗ്യത്തിനും നെല്ലിക്ക വളരെ നല്ലതാണ്. കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ഇത് വളരെ നല്ലതാണ്. പിന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നെല്ലിക്ക നീരും തേനും ചേർത്ത് നൽകാവുന്നതാണ്. ആയുർവേദത്തിൽ രോഗപ്രതിരോധ ശേഷിക്ക് മുൻഗണന കൊടുക്കുന്ന ചവനപ്രാശത്തിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നെല്ലിക്കയാണ്. വിട്ടുമാറാത്ത ശ്വാസം മുട്ടൽ, പ്രമേഹ രോഗം, പിന്നെ മുടികൊഴിച്ചിലുള്ളവർക്കും എല്ലാം നെല്ലിക്ക വളരെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഫലമാണ് നെല്ലിക്ക. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചമ്മന്തിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ 3 നെല്ലിക്ക കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക്, ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 2 പിടി തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ജാറിലേക്ക് നമ്മുടെ കുരുകളഞ്ഞ നെല്ലിക്കയും ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, വറ്റൽമുളകും, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും, പിന്നെ കറിവേപ്പിലയും, പിന്നെ ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അരയേണ്ട, ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്, അതുപോലെ നല്ല ഗുണവും ഉള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അടുത്തൊരു പുതിയ വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.